നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ, എല്ലാം കൈവിട്ട് പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബവും കഴിഞ്ഞ കുറേ നാളുകളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തീവ്രത കുറച്ച് കൂടിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആദ്യം ഒരു ബിസിനസ് ചെയ്തിരുന്നു. അതിൽ സർവ്വതും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കുണ്ടായിരുന്ന സർവ്വതും അതിൽ നഷ്ടപ്പെട്ടു. സാമ്പത്തികമായിട്ടുള്ള നഷ്ടമല്ലേ, നമുക്ക് എന്നാലും തിരിച്ചു പിടിക്കാം. ആളെ നല്ല രീതിയിൽ സമാധാനപ്പെടുത്തി മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞു. ആളൊരു മൊബൈൽ ഷോപ്പ് ഇട്ടു. അതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വരുമാനം വന്നെങ്കിലും അന്നുള്ള വരുമാനം കഴിഞ്ഞു പോകും. അല്ലാതെ നമുക്ക് കടങ്ങളെല്ലാം തീർക്കേണ്ടതുണ്ട്. ശരി, നമുക്ക് ഇനിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങിയായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ലാഭമായിരുന്നു. നമ്മൾ വിചാരിച്ചതിലും സക്സസ്ഫുള്ളായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ വന്നത്. അതോടുകൂടി താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കും. അതോടുകൂടി നമ്മൾ വീട്ടിലെ വരുമാനം തന്നെ അങ്ങ് നിന്നു. പിന്നെ എന്ത് ചെയ്യും എന്നൊരു അവസ്ഥ വന്നപ്പോൾ വീണ്ടും കടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കടയിൽ പോയ ആദ്യ ദിവസം തന്നെ അവർക്ക് ഇതിൻ്റെ ടെൻഷനാണ്. കാരണം ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. അന്ന് തന്നെ കടയിൽ പോയ ദിവസം നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. HCM എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BP കൂടാൻ പാടില്ല. ആൾക്ക് ഓൾറെഡി ആദ്യം തകർന്നു പോയ ബിസിനസ്സിൽ നിന്ന് ടെൻഷനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിന്ത കാരണം ഈ ഒരു അസുഖം നല്ല രീതിയിൽ മൂർച്ഛിച്ചു. ഇനി ആൾക്ക് ഈ HCM എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയാസപ്പെടുന്ന ജോലി ചെയ്യാൻ പറ്റില്ല, BP കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. ശരി, ആളിപ്പോൾ റെസ്റ്റിലാണ്. ഞങ്ങളുടെ വീട്ടിലെ വരുമാനം പൂർണ്ണമായി നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കൈനീട്ടി നിന്നുപോയ നിമിഷങ്ങളായിരുന്നു. അങ്ങനെ എൻ്റെ മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഉമ്മ എന്നുള്ള നിലയിൽ എനിക്ക് അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിച്ച് കൊടുക്കണം. ഇനി ഞാനും എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. എൻ്റെ മക്കൾക്കും ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതെനിക്ക് നല്ല രീതിയിലറിയാം. അപ്പോൾ ഇതോടുകൂടിയൊന്നും ഞങ്ങളുടെ കഥ തീരുന്നില്ല. ഞാനിപ്പോൾ എന്തിനാണ് ഇതിവിടെ പറയുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? എൻ്റെ കുടുംബം എൻ്റെ ഉത്തരവാദിത്തമല്ലേ. മറ്റുള്ളവരെക്കാളും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും ഞാനൊരു സപ്പോർട്ടായിട്ട് നിൽക്കണം. അതിന് എനിക്ക് എൻ്റെ ബിസിനസ് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ബിസിനസ് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.